ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദ്രജയും പത്മയും കേൾക്കുന്ന വിധത്തിൽ തന്നെ നന്ദിനി ഇനി അവരുടെ മുഖത്തടിച്ച് പറയുന്നുണ്ട്, എൻ്റെ ഈ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവാണ് സൂര്യ എന്ന് പറയുന്ന ആ ഒരു ഇതൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദിനിയാണെങ്കിലോ സൂര്യയെ വല്ലാതെ അങ്ങ് സ്നേഹിക്കുകയാണ്. ഈ സമയം ഇത് ആതിരയോട് വിളിച്ച് പറയുന്നുണ്ട്, എന്തോ സൂര്യ സാർ ഓഫീസിലോട്ട് പോകുമ്പോൾ സൂര്യ സാർക്ക് ഓരോന്ന് ചെയ്തു കൊടുക്കാനും അതുപോലെ തന്നെ ഷോക്സ്, വണ്ടിയുടെ കീ, അതുപോലെ മൂപ്പര് പോകുന്ന സമയത്ത് എന്നോട് ഒരു ബായ് പറഞ്ഞെങ്കിൽ, ഒന്ന് തിരിഞ്ഞു നോക്കിയെങ്കിൽ, എൻ്റെ അടുത്ത് ഇരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു തോന്നലൊക്കെ എന്നിൽ വരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ, അത് പ്രണയമാണ് നിനക്ക് സൂര്യയോട്, എൻ്റെ ഏട്ടനോട് കടുത്ത പ്രണയം. അതൊന്നുമല്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഈ സമയം നന്ദിനി ഇത് തന്നെ ആലോചിക്കുകയാണ്, ഈശ്വരാ എനിക്ക് അങ്ങനെ ഒരു കടുത്ത പ്രണയം ഉണ്ടോ, എനിക്കങ്ങനെ പ്രണയം തന്നെ വരികയാണോ എന്നൊക്കെ തന്നോട് തന്നെ ഒരു 1000 വട്ടം നന്ദിനി ഇങ്ങനെ ചോദിച്ചും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നന്ദിനി ഇത് പലവട്ടങ്ങളായി ചോദിക്കുകയാണ്. പിന്നീടാണെങ്കിലോ നന്ദിനിയുടെ ഓരോ പെരുമാറ്റ രീതികളും ഇങ്ങനെ മാറി നിന്നിട്ട് ഇന്ദ്രജയും വേദയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും നിന്ന് കാണുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഇന്ദ്രജയും വേദയും ഇതിങ്ങനെ കാണുമ്പോൾ വേദ ദേഷ്യപ്പെടുകയാണ്. ചേച്ചി ഉണ്ടാക്കിയ കുരുക്കാണ്, ഇപ്പോൾ അവൾക്ക് നമ്മുടെ ഏട്ടനോട് വല്ലാത്തൊരു സ്നേഹവും പെരുമാറ്റമൊക്കെയാണ് കാണുന്നത്. ഇത് നല്ലതിനാവില്ല, ചേച്ചിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇതിപ്പോൾ അവൾ ഇവിടെ നിന്ന് പോകുന്ന ലക്ഷണം കാണുന്നില്ല. മറ്റത് നമുക്കൊക്കെ ഒരു സമാധാനത്തിലിരിക്കായിരുന്നു. 6 മാസം കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ അടുത്ത് നിന്നും ഏട്ടൻ പറഞ്ഞു വിട്ടില്ലെങ്കിൽ നന്ദിനി പോകുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇനി ആ പ്രതീക്ഷ ചേച്ചിക്ക് വേണ്ടട്ടോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന വിജയും വന്നിട്ട് പറയണത്, അത് ശരിയാണ് വേദ പറയുന്നത് സത്യമുണ്ട്, നീ തിരഞ്ഞെടുത്ത ഈ ബന്ധം വേണ്ടായിരുന്നു. എന്നാൽ മിത്രയാണെങ്കിലോ നിങ്ങൾ ഈ പറയുന്നത് പോലെയൊന്നല്ല, മിത്രയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. അവൾ ചെയ്ത് കൂട്ടിയത് തന്നെയല്ലേ ഇപ്പോൾ ഇവിടെ കണ്ടത്. മിത്രയാണെങ്കിൽ നമ്മളെന്നോ പടിക്ക് പുറത്തായിരുന്നു. പക്ഷേ ഈ വേലക്കാരിയെ നമ്മുടെ ഏട്ടൻ കല്യാണം കഴിച്ചത് കൊണ്ടാണ് നമ്മുടെ തെറ്റുകളെല്ലാം അറിഞ്ഞിട്ടും ഇവിടെ നിൽക്കാനുള്ള ആ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയത്. അമ്മയും ഏട്ടനും ഒരുമിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയമാണെങ്കിലോ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് ഇവർക്കും തോന്നുകയാണ്. അപ്പോൾ ഈ സമയം ഇനി എന്താ ചെയ്യുക, അവൾ ഇപ്പോൾ ഏട്ടനെ സ്നേഹിച്ച് തുടങ്ങിയാൽ തീർച്ചയായും അവൾ ഇവിടെ നിന്ന് പോവില്ല. അപ്പോൾ അവളുടെ ഈ പെരുമാറ്റം നമുക്കൊന്ന് മാറ്റിയെടുക്കണ്ടേ എന്ന് പറയാനിട്ട്. അപ്പോൾ ഉടൻ തന്നെ അത് വേണം, എന്തായാലും അവളെ നമുക്കൊന്ന് വഴക്ക് പറയണം, എന്തിനാടി ഇങ്ങനെ ഏട്ടന് വേണ്ടി ഓരോന്ന് ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാമെന്ന് പറയാനിട്ടോ. അങ്ങനെ സൂര്യ തിരികെ വരികയാണ്. അപ്പോൾ സൂര്യ വന്ന പാടെ സൂര്യയോട് നന്ദിനി കുളിക്കാനൊക്കെ പറയാൻ കേട്ടോ. കുടി നിർത്താൻ വേണ്ടി നന്ദിനി കുടിച്ചത് കൊണ്ട് തന്നെ സൂര്യക്ക് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. നന്ദിനിയാണെങ്കിലോ കുടിച്ച് ഓരോന്ന് പറയുമ്പോൾ സൂര്യ ആകെ പെട്ടുപോവാണ്. സത്യത്തിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു റിവ്യൂ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നന്ദിനി സൂര്യയുടെ കുടി നിർത്താൻ വേണ്ടി നന്ദിനി ഒരു ബോട്ടിൽ ഫുള്ളായി കഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആരാ ഞാൻ, നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ, അപ്പോൾ നിങ്ങളുടെ ഭാര്യയല്ലേ, അപ്പോൾ ഭാര്യയുടെ വാക്കുകൾക്ക് നിങ്ങളെന്താ യാതൊരു വിലയും നൽകാത്തത്, ഞാൻ കുടിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടിക്കാൻ പാടില്ലല്ലോ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് തെറ്റല്ലേ, അപ്പോൾ നിങ്ങൾ എന്തായി ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യ ആകെ പെട്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇവൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ തീർച്ചയായും ഇവൾ ഇനി മദ്യമെടുത്ത് കുടിക്കുമോ, അതോടുകൂടി ഈ വീട്ടിലുള്ളവരുടെ ഇടയിൽ ഞാനാകെ പെടും, ഇവളെ അടിച്ചാലും അച്ഛനാണെങ്കിലും വഴക്ക് പറയും, പിന്നീടാണെങ്കിലും അടിക്കാനും എനിക്ക് കഴിയില്ല, പാവം പെണ്ണാണ്, എന്നെ സ്നേഹിക്കുന്നുണ്ട് സൂര്യക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ സൂര്യ ഓഫീസിൽ നിന്ന് വരികയാണ്. ഓഫീസിൽ നിന്ന് വന്ന പാടെ നന്ദിനി പറയാണ്, സൂര്യ സാറെ കുളിച്ചും കൊണ്ട് പെട്ടെന്ന് വരണം എന്ന് പറയട്ടോ. അത് കേൾക്കുന്നതിനോടുകൂടി അതെന്തിനാ കുളിക്കുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. അതെ, ഞാൻ അവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സൂര്യ സാറിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളാണ്, നല്ല നാടൻ വിഭവങ്ങളാണ്. അപ്പോൾ ഇത് ഇന്ദ്രജയും വേദയും പിറകിൽ നിന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരാണെങ്കിലോ ഇത് പറയുമ്പോൾ ഇവർക്കിത് പറ്റുന്നില്ല. അങ്ങനെ സൂര്യ പെട്ടെന്ന് കുളി കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി വരിക കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന വേദ പറയണ, ഇന്ദ്രജയോട് ഇപ്പം എന്തായി, അവർ തമ്മിലുള്ള സ്നേഹം കണ്ടില്ല, അവർ നല്ല കട്ടക്ക് പ്രണയമായി വരികയാണ്. ഇപ്പോൾ ഈ ചേച്ചി കാരണമാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്, ചേച്ചിയാണ് ഇപ്പോൾ ഇതിന് കാരണക്കാരി, എല്ലാ കുറ്റവും എൻ്റെ തലയിലോട്ട് ആരും ഇടണ്ടാവും, ഇത്ര നല്ലവളല്ല, ഇത്ര വന്നാൽ ഈ കുടുംബം തന്നെ കുട്ടിച്ചോറാക്കും, എന്നാൽ ഇവളെ കൊണ്ട് ഇത്രയും ഉണ്ടാവുള്ളൂ, അത് ഞാൻ മുമ്പ് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇവളെന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഈ സമയം ഇങ്ങനെ സൂര്യ വരികയാണ്. അപ്പോൾ സൂര്യക്കുള്ള ഭക്ഷണങ്ങൾ ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ്. സൂര്യ അത് നല്ല സന്തോഷത്തോടു കൂടി സൂര്യ അത് കഴിക്കുകയാണ്. അപ്പോൾ സൂര്യ പറയണ, നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് നല്ല കൈപ്പുണ്യം എന്നൊക്കെ പറയണത്. സൂര്യ സാർ കഴിച്ചു, അപ്പോൾ ഇനി കുറച്ചും കൂടി ഇടട്ടെ, വേണ്ട എൻ്റെ വയറ് പൊട്ടുള്ളൂ, എനിക്ക് മതിയെന്ന് പറയട്ടെ. അതെന്താ നിങ്ങളുടെ വയറ് പൊട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മദ്യപിക്കാനായിരിക്കില്ലേ, എന്നാൽ മദ്യപാനൊന്നും ഇനി നടക്കില്ല, സൂര്യ സാർ മദ്യപിക്കുകയാണെങ്കിൽ ഞാനും മദ്യപിക്കും. എൻ്റെ പൊന്നു നന്ദിനി, അന്ന് തന്നെ നീ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത്, മറ്റുള്ളവർക്ക് മുന്നിൽ നിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല, ഞാൻ
മദ്യപിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ലെവലുണ്ട്. ഈ പെണ്ണുങ്ങളൊക്കെ മദ്യപിച്ച് എങ്ങനെയാണോ എനിക്കൊന്നും അറിയില്ല. അപ്പോൾ നന്ദിനി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂര്യ പറയാണ് ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്, ഇത് കുടിക്കുക എന്ന് പറയട്ടോ. അങ്ങനെ പായസം കൊടുക്കുന്നു, പിന്നീടാണെങ്കിലും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭക്ഷണം ഒരുപാട് വിളമ്പുന്നത് കൊണ്ട് തന്നെ സൂര്യക്ക് കഴിക്കാൻ കഴിയുന്നില്ല. സൂര്യ പറയാണ് മതി, എനിക്ക് പകുതി മതി, പാതി മതി എന്ന് പറയണം കേട്ടോ. അങ്ങനെ സൂര്യ പാതി കഴിച്ചിട്ടിട്ട് സൂര്യ അവിടെ നിന്ന് കൈ കഴുകി പോവുകയാണ്. അങ്ങനെ സൂര്യയാണെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല, മേലെ കയറിപ്പോയി. എന്നാൽ ഈ സമയം നന്ദിനിയാണെങ്കിലോ സൂര്യ കഴിച്ച ആ പ്ലേറ്റിൽ ഇരുന്ന് തന്നെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്ദിനിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുകയാണ്. അങ്ങനെ സൂര്യ അത് കഴിക്കുന്നത്, സൂര്യയുടെ പ്ലേറ്റിൽ നന്ദിനി ആ വേസ്റ്റ് കഴിക്കുന്നത് കാണുമ്പോൾ അത് അംഗീകരിക്കാൻ ഇന്ദ്രജയ്ക്കും വേദക്കും കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ദ്രജ പറയാം അയ്യേ ഇവളെ എന്താ കാട്ടുന്നത്, ഏട്ടൻ കഴിച്ച പ്ലേറ്റിൽ ഇവളെ ഇരുന്ന് കഴിക്കുന്നത്, അതിന് ബാക്കിയില്ലേ, അതിൽ ഓരോരുത്തർ കഴിച്ച കൈമെന്ന് ഓരോന്നൊക്കെ വീണിട്ടുണ്ടാവില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ വിജയ് പറയണ സ്നേഹമുള്ള പെണ്ണുങ്ങൾ അങ്ങനെയാണ്, ഭർത്താക്കന്മാരോട് സ്നേഹമുള്ള പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ ബാക്കി കഴിക്കാൻ ഇഷ്ടപ്പെടും, അതിന് അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് എന്താ നീ പറഞ്ഞത് എന്നിങ്ങനെ വിജയോട് ചോദിക്കുക. അയ്യോ ഞാൻ അങ്ങനെയല്ല, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാണ്. അപ്പോൾ ഉടൻ തന്നെ വേദ പറയാണ് ഞാനിങ്ങനെ പലതിലും കേട്ടിട്ടുണ്ട്, സ്നേഹമുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, അവൾ സൂര്യയെ വല്ലാതെ സ്നേഹിക്കുന്നു, നമ്മുടെ ഏട്ടനെ വല്ലാതെ സ്നേഹിക്കുന്നു, അതിൻ്റെ തെളിവാണ് ചേച്ചി കണ്ടത്. ഓ അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ അവൾ എപ്പോൾ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഭക്ഷണം കഴിക്കുന്ന അരികത്തോട്ട് ചെന്നിട്ട് ആ പ്ലേറ്റ് ഇങ്ങോട്ട് തട്ടി മാറ്റാണ് കേട്ടോ. ഇതേസമയം നന്ദിനിയാണെങ്കിലോ ഇന്ദ്രജയുടെ നേർക്കെടുക്കണം, നീ എന്താടി ഈ കാട്ടുന്നത്. അപ്പോഴേക്കും പത്മ റൂമിൽ നിന്ന് വെളിയിലോട്ട് വരികയാണ് ഇവരുടെ ശബ്ദം കേട്ടിട്ട്. അപ്പോൾ ഉടൻ തന്നെ ഇവർ എന്താ സംസാരിക്കുന്നത് അറിയാൻ വേണ്ടി പത്മ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ നീ എന്താടി ഈ കാട്ടുന്നത്, സൂര്യ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കാൻ നിനക്ക് എന്താണ് ഇവിടുത്തെ വില, നീ ഒരു വേലക്കാരിയല്ലേ, എന്താ ഈ കാട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നന്ദിനി പറയണേ ഞാനെന്ത് കാട്ടി, എൻ്റെ ഭർത്താവ് കഴിച്ചതിൻ്റെ ബാക്കി ഞാൻ കഴിക്കുന്നതിൽ അതിനെന്താ തെറ്റ്. ഭർത്താവോ, ആരുടെ ഭർത്താവ്, നീ ഈ വീട്ടിലെ വേലക്കാരിയാണ്, ഭർത്താവായി സൂര്യ പോലും നിന്നെ അംഗീകരിച്ചിട്ടില്ല, നീ എന്തായി പറയുന്നത്. അത് കേൾക്കുന്ന പത്മ ആകെ ഷോക്ക് അടിച്ച് നിൽക്കട്ടെ, ഇവളെ എന്തായി പറയുന്നത്, ഇത്രയും നാളെ സൂര്യ സാറ് വലിയ സാറ് എന്നൊക്കെ വിളിച്ചിരുന്ന ഇവളിപ്പോൾ സൂര്യയെ ഭർത്താവ് എന്ന് ഉച്ചരിക്കാൻ മാത്രം ധൈര്യം ഇവൾക്ക് വന്നോ എന്നുള്ള ആ ഭാവത്തിൽ പത്മ നിൽക്കുകയാണ്. അപ്പോൾ യതീന്ദ്രൻ ഒരു സൈഡിൽ വരികയാണ്. അപ്പോൾ യതീന്ദ്രൻ ഈ വാക്ക് കേൾക്കുകയാണ്. അപ്പോൾ യതീന്ദ്രന് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. യതീന്ദ്രൻ ആഗ്രഹിച്ച ആ ഒരു കാര്യമാണ്. അങ്ങനെ ഈ സമയമാണെങ്കിലോ സൂര്യ പറയാണ്, നന്ദിനി പറയാണ് എൻ്റെ ഭർത്താവ് കഴിച്ചതിൻ്റെ ബാക്കി ഞാൻ കഴിച്ചു എന്ന് വെച്ചിട്ട് എന്താ നിങ്ങളൊന്നും ഇത് ചെയ്യാറില്ല എന്ന് പറയാം കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി നീ ഇവിടുത്തെ വേലക്കാരി എന്നുള്ളത് നീ മറക്കരുത്, നിൻ്റെ കഴുത്തിൽ ഒരു താലി സൂര്യ കെട്ടിയെന്ന് കരുതിയിട്ട് നീ ഇവിടെ എല്ലാം കൊണ്ടും സൂര്യയുടെ ഭാര്യയായി ഇവിടെ നിന്നെ ആരും അംഗീകരിച്ചിട്ടില്ല. അത് കേൾക്കുന്ന നന്ദിനി പറയണേ അതിന് ആരുടെ അംഗീകാരം വേണം, എനിക്ക് നിങ്ങളുടെ ഒന്നും അംഗീകാരം എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ ഭർത്താവ് എന്നെ അംഗീകരിച്ചാൽ മതി. അദ്ദേഹം കെട്ടിയ താലിയാണ് എൻ്റെ ഈ കഴുത്തിൽ കിടക്കുന്നത്, നിയമപരമായി ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധി നിങ്ങളിൽ ഉണ്ടാവുമെന്ന ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത്രയും വിവരം വിദ്യാഭ്യാസമുള്ള നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരേണ്ടല്ലോ, അതോ നിയമങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ലേ. എൻ്റെ ഭർത്താവ് എൻ്റെ കഴുത്തിൽ ഈ താലി കെട്ടിയെങ്കിൽ ഈ നിൽക്കുന്ന ഈ വിജയിനെ ചൂണ്ടിയിട്ട് കാണിച്ച് പറയണേ നിങ്ങൾ വിജയ് കെട്ടിയ താലിയല്ലേ ഇത്. അതെ അതെ, അപ്പോൾ പിന്നെ ആരാണ് നിങ്ങളുടെ എൻ്റെ ഭാര്യ. അപ്പോൾ അത് തന്നെയാണ് ഞാനും സൂര്യയും തമ്മിലുള്ള ബന്ധം, അതായത് സൂര്യ സാറും തമ്മിലുള്ള ബന്ധം, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും എന്നെ എതിർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നന്ദിനി ആ പ്ലേറ്റിങ് തട്ടി മാറ്റി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പത്മ പോലും ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇവളുടെ സ്വഭാവത്തിലൊക്കെ ആകെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എടി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അതെ ഇതുവരെ ഞാൻ നിങ്ങളോട് നല്ലപോലെ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ പറയുന്നത് പോലെ ഒരു യജമാനത്തിയുടെ വാക്കുകൾ കേട്ട് ഞാൻ നല്ല താഴ്മയോടുകൂടി നിങ്ങളോട് പെരുമാറിയിട്ടുണ്ട്. പക്ഷേ എടിപൊടി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളി എനിക്കും വിളിക്കാൻ അറിയാം, അതിൻ്റെ ഡബിൾക്ക് തരാനും എനിക്കറിയാം. എൻ്റെ കയ്യിൻ്റെ ചൂടറിഞ്ഞിട്ടില്ലെങ്കിൽ ചൂടെന്ന് അറിയിച്ചു തരാം എന്ന് പറയുമ്പോൾ ചേച്ചി അവൾക്ക് ഭ്രാന്താണ്, അവൾ നല്ല ഒന്നാന്തരം കരാട്ടക്കാരിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചേച്ചിങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്നും വേദ വിളിച്ചു കൊണ്ടുപോവാണ് കേട്ടോ.